ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളാണ് നമ്മുടെ PSC ബേസിക്സിന്റെ യൂട്യൂബ് ചാനലിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 80 മാർക്കിന്റെ, അതായത് GK ക്വസ്റ്റ്യൻസ് വിത്ത് കറണ്ട് അഫയേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ 80 മാർക്കിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ. ജപ്പാന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന നിവാനോ പീസ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ മലയാളി ആര്? ജപ്പാന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന നിവാനോ പീസ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PV രാജഗോപാലാണ്. ആരാണ്? PV രാജഗോപാല്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഏതാണ്? കേരള ഹൈക്കോടതി. നീതി ആയോഗിന്റെ CEO ആയി 2023 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? നീതി ആയോഗിന്റെ CEO ആയിട്ട് 2023 ഫെബ്രുവരിയിൽ നിയമിതനായത് ആരാണ്? ആൻസർ BBR സുബ്രഹ്മണ്യമാണ്. ആരാണ്? BBR സുബ്രഹ്മണ്യം. അടുത്തത്: 2023 ഫെബ്രുവരിയിൽ രാജി പ്രഖ്യാപിച്ച ഡേവിഡ് മൽപാസ് ഏത് സംസ്ഥാനത്തിന്റെ തലവനാണ്? 2023 ഫെബ്രുവരിയിൽ രാജി പ്രഖ്യാപിച്ച ഡേവിഡ് മൽപാസ് ഏത് സംസ്ഥാനത്തിന്റെ തലവനാണ്? ഏതിന്റെയാണ്? ലോക ബാങ്കിന്റെ തലവനാണ്. ഏതിന്റെയാണ്? ലോക ബാങ്കിന്റെ തലവനാണ് ഡേവിഡ് മൽപാസ്. ഡോക്ടർ കനക് റെലെ ഏത് നൃത്തരൂപത്തിലെ പ്രശസ്തയായ നർത്തകിയായിരുന്നു? ഡോക്ടർ കനക് റെലെ ഏത് നൃത്തരൂപത്തിലെ പ്രശസ്തിയായ നർത്തകിയായിരുന്നു? എവിടത്തെയാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, മോഹിനിയാട്ടത്തിന്റെ ആണ്. എവിടത്തെയാണ്? മോഹിനിയാട്ടത്തിന്റെ നർത്തകിയായിരുന്നു കനക് റെലെ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാഗ്മ? കോൺറാഡ് സാഗ്മ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്? ഏതിന്റെയാണ്? ആൻസർ കോൺറാഡ് സാഗ്മ. ആൻസർ ഓപ്ഷൻ D ആണ്, മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാഗ്മ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ് തിപ്രമൂർത്ത പാർട്ടി? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ് തിപ്രമൂർത്ത പാർട്ടി? മേഘാലയ, സിക്കിം, ത്രിപുര, മണിപ്പൂർ. ഏതാണ്? ആൻസർ പേരിന്ന് തന്നെ പഠിക്കാൻ പറ്റും, ത്രിപുരയാണ്. തിപ്രമൂർത്ത ത്രിപുര. ചുവടെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കേരളത്തിലെ പുതിയ ദേശീയപാതയാണ് NH 866. ശരിയാണോ? അത് ശരിയായ പ്രസ്താവനയാണ്. തിരുവനന്തപുരത്തെ ഔട്ടിംഗ് റോഡാണ് NH 866. അതും ശരിയാണ്. ആകെ 300 കിലോമീറ്റർ ആണ് NH 866ന്റെ നീളം. അത് തെറ്റാണ്. 72 കിലോമീറ്റർ ആണ് NH 866ന്റെ നീളം. അപ്പൊ അത് മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് റോഡ് നിർമ്മാണം. ഈ റോഡ് നിർമ്മിക്കുന്നത് ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. അതും ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഇവിടെ ഓപ്ഷൻസിൽ 1, 2, 4 ശരി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്നം പുരസ്കാരം കായിക മേഖലയിൽ നേടിയത് ആരാണ്? സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്നം പുരസ്കാരം കായിക മേഖലയിൽ നിന്ന് നേടിയത് ആരാണ്? ആരാണ്? KC ലേഖയാണ്. മറക്കരുത്, KC ലേഖയാണ് നേടിയത്. 2023 10 വർഷം പിന്നിട്ട ISRO ദൗത്യമായ സരളിന്റെ ലക്ഷ്യം എന്താണ്? 2023 10 വർഷം പിന്നിട്ട ISRO ദൗത്യമായ സരളിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ്? സമുദ്രശാസ്ത്ര പഠനമാണ്. ഏതാണ്? സമുദ്രശാസ്ത്ര പഠനം. അടുത്തത്: ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ മേധാവിയായാണ് രശ്മി ശുക്ല നിയമിതയായത്? ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ മേധാവിയായാണ് രശ്മി ശുക്ല നിയമിതയായത്? ഏതിന്റെയാണ്? സഹസ്ര സീമ ബില്ലിൻ്റെതാണ്. സഹസ്ര സീമ ബില്ലിൻ്റെതാണ് രശ്മി ശുക്ല.
2023 നടന്ന സന്തോഷ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടന്നത് എവിടെ? 2023 നടന്ന സന്തോഷ് ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൗദി അറേബ്യയിലാണ് നടന്നത്. 2023 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വിജയകരമായി തിരിച്ചിറക്കി സമുദ്രത്തിൽ പതിപ്പിച്ച ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? 2023 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വിജയകരമായി തിരിച്ചിറക്കി സമുദ്രത്തിൽ പതിപ്പിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് മെഗാട്രോപിക്സ് 1. ഏതാണ്? മെഗാട്രോപിക്സ് 1. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായി സുപ്രീം കോടതി നിർദ്ദേശിച്ച 3 അംഗ സമിതിയിൽ ഉൾപ്പെടാത്തതാര്? നമുക്കറിയാം, ഈ അടുത്തായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും കൂടി എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഈ 3 അംഗ സമിതിയിൽ ആരൊക്കെയാണുള്ളത്? പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ആരാണ്? ലോക്സഭാ സ്പീക്കർ. അപ്പൊ പഠിച്ചു വെക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിനായിട്ട് ഉള്ളത് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്ത്? ഓപ്ഷൻ സി ആണ്, ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, പൂനെയിലാണ്. എവിടെയാണ്? പൂനെയില്. താഴെത്തട്ടിലുള്ള സ്ത്രീകളുടെ സ്വാശ്രയത്വം, ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാര്? താഴെത്തട്ടിലുള്ള സ്ത്രീകളുടെ സ്വാശ്രയത്വം, ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ഇള ഭട്ടാണ്. ആരാണ്? ഇള ഭട്ടാണ് രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, G20 സംഘടനയുടെ 18ാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? G20 സംഘടനയുടെ 18ാമത് ഉച്ചകോടി വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് G20 സംഘടനയുടെ 18ാമത് ഉച്ചകോടിയുടെ വേദി. 2022 നവംബറിൽ അന്തരിച്ച ശ്യാം ശരൺ നെഗി ചുവടെ പറയുന്ന ഏത് നിലയിലാണ് പ്രസിദ്ധൻ? ഏതൊക്കെയാണ്? 5 തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണോ ശ്യാം ശരൺ നെഗി? പാക് കടലിടുക്ക് ആദ്യമായി നീന്തിയ ഇന്ത്യക്കാരനാണോ? കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണോ? ആരാണ് ശ്യാം ശരൺ നെഗി? ശ്യാം ശരൺ നെഗി എന്നാൽ ഓപ്ഷൻ ഡി ആണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. ചുവടെ പറയുന്നവരിൽ രക്തദാനം പാടില്ലാത്തത് ആർക്കാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ചുവടെ പറയുന്നവരിൽ രക്തദാനം പാടില്ലാത്തത് ആർക്കാണ്? 45 കിലോഗ്രാമിലധികം ഭാരമുള്ളവർക്ക് എന്ത് ചെയ്യാം? രക്തദാനം ചെയ്യാം. അടുത്തത്, 18നും 60നും മധ്യേ വയസ്സുള്ളവർക്കും രക്തദാനം നടത്താം. ആന്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ എന്ത് ചെയ്യാൻ പാടില്ല? അത് രക്തദാനം ചെയ്യാനായിട്ട് പാടില്ല. ആന്റിബയോട്ടിക് ചികിത്സ നടത്തുന്നവർ രക്തദാനം ചെയ്യാൻ പാടില്ല. രക്തദാനം നടത്തി 3 മാസം കഴിഞ്ഞവർക്ക് വീണ്ടും രക്തദാനം ചെയ്യാം. ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ സംവിധാനം ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന രോഗം ഏതാണ്? ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന രോഗം ഏതാണ്? അതാണ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഏതാണ്? റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നത്. ജനനി സുരക്ഷാ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ജനനി സുരക്ഷാ യോജന പഠിച്ചു വെക്കണേ. അത് ജനനി സുരക്ഷാ യോജനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നോക്കാം. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതി ശരിയാണ്. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതി ശരിയാണ്. BPL കുടുംബങ്ങളിലെ 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികളാണ് ജനനി സുരക്ഷാ യോജനയുടെ ഗുണഭോക്താക്കൾ. 30 ദിവസം വരെയുള്ള നവജാത ശിശുക്കളും പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആണ്. അത് തെറ്റാണ്. സർക്കാർ ആശുപത്രികളിലെയും പ്രത്യേക അംഗീകാരമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെയും പ്രസവങ്ങൾക്കായി പദ്ധതിയുടെ പ്രയോജനം. ഓക്കെ, അത് ആ പദ്ധതികൾ വഴിയാണ് പ്രയോജനം ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രസ്താവന ശരി അല്ലാത്തത് ഏതാണ്? ഇതാണ്. 30 ദിവസം വരെയുള്ള നവജാത ശിശുക്കളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്.
അപ്പോൾ 19 വയസ്സിന് മുകളിലുള്ള ഗർഭിണികളാണ് ഗുണഭോക്താക്കളായിട്ട് ഉള്ളത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് ആരോഗ്യ കിരണം പദ്ധതിയാണ്. ഏതാണ്? ആരോഗ്യ കിരണം പദ്ധതി. ഏത് പദ്ധതിയാണ്? ആരോഗ്യ കിരണം പദ്ധതി. ചുവടെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നവ ഏതെല്ലാം? ചുവടെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏതൊക്കെയാണ്? ഈ മൂന്നും കാരണമാകുന്നവയാണ്. ആഹാര രീതിയിലെ മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, മാനസിക സമ്മർദ്ദം. ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ആൻസർ ഏതാണ്? 1, 2, 3 ആണ്. അടുത്ത ചോദ്യം, HIV/AIDS ബോധവൽക്കരണത്തിന്റെ ചിഹ്നം ഏതാണ്? HIV/AIDS ബോധവൽക്കരണത്തിന്റെ ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ് റെഡ് റിബൺ ആണ്. റെഡ് റിബൺ ആണ് HIV/AIDS ബോധവൽക്കരണത്തിന്റെ ചിഹ്നം. ഏത് രോഗം ഭേദമാക്കാനുള്ളതാണ് ഡോട്ട്സ് ചികിത്സ? ഡോട്ട്സ് ചികിത്സ ഭേദമാക്കുന്നത് ഏതിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഡോട്ട്സ് ചികിത്സ. അടുത്ത ചോദ്യം പറയുന്നതിന് മുന്നേ നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആൾക്കാരുണ്ട്. SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് SCERT കവർ ചെയ്ത് ഓരോ SCERT ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും കണ്ട് അതിന്റെ PDF നോട്ടും വായിച്ച് ആ ഒരു ചാപ്റ്ററിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് വർക്കൗട്ടും ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മാത്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള മാത്സ് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എല്ലാം വിത്ത് സൊല്യൂഷൻ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ വൈറസ് മൂലമുള്ള രോഗം അല്ലാത്തത് ഏതാണ്? ചുവടെ പറയുന്നവയിൽ വൈറസ് മൂലമുള്ള രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡിഫ്തീരിയ ആണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ എന്താണ്? വൈറസ് മൂലമുള്ള രോഗമാണ്. ഡിഫ്തീരിയ എന്തല്ല? വൈറസ് രോഗം അല്ല. ഏത് പോഷകത്തിന്റെ അഭാവമാണ് തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത്? തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത് ഏത് പോഷകത്തിന്റെ അഭാവം മൂലം? ഏതിന്റെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അയഡിന്റെ അഭാവം മൂലമാണ്. ഡൈഈഥൈൽ കാർബമൈസിൻ ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? ഡൈഈഥൈൽ കാർബമൈസിൻ ഏത് രോഗത്തിന്റെ ചികിത്സയിലാണ് ഉപയോഗിക്കുന്നത്? ഏത് രോഗത്തിന്റെ ചികിത്സയിലാണ്? ഓപ്ഷൻ ഡി ആണ് മന്ത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് ഡൈഈഥൈൽ കാർബമൈസിൻ എന്നത്. രാജമഹൽ കുന്നുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണ്? രാജമഹൽ കുന്നുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണ് ഗോത്രവർഗ കലാപം? ഓപ്ഷൻ ഡി ആണ് സന്താൾ കലാപമാണ്. സന്താൾ കലാപം. സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ആൻസർ ഓപ്ഷൻ സി ആണ് VO ചിദംബരപിള്ളയാണ്. VO ചിദംബരപിള്ള. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 1915. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 1919. ഏത് നിയമത്തിനെതിരായ പ്രതിഷേധ സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം? ഏതോ ഒരു നിയമകാരണമാണ്, അതിന് പ്രതിഷേധിച്ചിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. അതേത് നിയമം എന്നാണ് ചോദ്യം. ഏത് നിയമമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് റൗലറ്റ് നിയമം. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും ഒടുവിലായിട്ട് രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. ഏതാണ്? തെലങ്കാന. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഓപ്ഷൻ സി ആണ് ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെട്ടത്.
വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയിലെ ആവും അവർ അവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. 1941 ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ് പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം, ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജനുവരി 30-നാണ്. 1948 ജനുവരി 30-ന്. ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിച്ച വർഷം ഏത്? ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിച്ച വർഷം ഏത്? ഓപ്ഷൻ ഡി ആണ്. 1986-ലാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിച്ചത്. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ്. 7ാം ഭേദഗതിയാണ്. 7ാം ഭേദഗതി. GST നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? GST നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 101. ഏതാണ്? 101ാം ഭേദഗതി. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമുള്ള നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശം? നിലവില് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമുള്ള നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശം? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 300A ആണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. താഴെ പറയുന്നവരിൽ രാഷ്ട്രപതി നിയമനം നടത്താത്തത് ഏതാണ്? താഴെ പറയുന്നവരിൽ ആർക്കാണ് രാഷ്ട്രപതി നിയമനം നടത്താത്തത്? ആരെയാണ് രാഷ്ട്രപതി നിയമിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ്. കേന്ദ്ര വനിതാ കമ്മീഷൻ അംഗങ്ങളെയാണ്. കേന്ദ്ര വനിതാ കമ്മീഷൻ അംഗങ്ങളെയാണ് രാഷ്ട്രപതി നിയമനം നടത്താത്തത്. ഖാരിഫിലെ വിളവെടുപ്പ് കാലം ഏതാണ്? ഖാരിഫിലെ വിളവെടുപ്പ് കാലം ഏതാണ്? ഖാരിഫിലെ വിളവെടുപ്പ് കാലം ആൻസർ ഓപ്ഷൻ എ ആണ്. നവംബർ ആദ്യവാരം. നവംബർ ആദ്യവാരം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായി. ശരിയാണ്. ഏറ്റവും അധികം അന്തർദേശീയാതിർത്തിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കരയതിർത്തി ഉള്ളത് ഭൂട്ടാനുമായിട്ടാണ്. ഇന്ത്യക്ക് കരയതിർത്തി ഉള്ളത് 7 രാജ്യങ്ങളുമായിട്ടാണ്. ഇതിനകത്ത് ഏതാണ് ശരിയാണോ തെറ്റാണോ? ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കരയതിർത്തി ഉള്ളത് ഭൂട്ടാനുമായിട്ടുള്ളതെന്നാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഏറ്റവും കുറച്ച് കരയതിർത്തി ഉള്ളത്, ഭൂട്ടാനുമായിട്ട് അല്ല. ഓക്കെ, ലോകത്തിലെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മധ്യേഷ്യയിലെ പീഠഭൂമി ഏത്? ലോകത്തിലെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മധ്യ ഏഷ്യയിലെ പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ സി ആണ്. പാമീർ ആണ്. പാമീർ. അടുത്തത്, ഏത് കൊടുമുടിയുടെ മറ്റൊരു പേരാണ് മൗണ്ട് കേട്ടു? മൗണ്ട് കേട്ടു എന്നത് ഏത് കൊടുമുടിയുടെ മറ്റൊരു പേരാണ്? ഗോഡ്വിൻ ഓസ്റ്റിന്റെ മറ്റൊരു പേരാണ് മൗണ്ട് കേട്ടു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? ഓപ്ഷൻ സി ആണ്. കൊൽക്കത്ത തുറമുഖത്തെയാണ് അങ്ങനെ പുനർനാമകരണം ചെയ്തത്. സംസ്ഥാന സർക്കാർ 2022 പ്രഖ്യാപിച്ച ബയോസേവന പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ വിവരങ്ങൾ ഏതെല്ലാമെന്ന് തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് കണ്ണൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ശരിയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തൂണേരിയാണ്. അതും ശരിയാണ്. മികച്ച ഗ്രാമപഞ്ചായത്തുകളായി മാണിക്കലും
വേങ്ങരയും നൽകി എന്ത് ചെയ്തു തെരഞ്ഞെടുത്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിന് ഡോക്ടർ എം ലീലാവതി, പി ജയചന്ദ്രൻ എന്നിവർ അർഹരായി. ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. സംസ്ഥാന സർക്കാർ 2022 പ്രഖ്യാപിച്ച ബയോസേവന പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണിത്. മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് കണ്ണൂർ തെരഞ്ഞെടുത്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തൂണേരി, മികച്ച ഗ്രാമപഞ്ചായത്ത് മാണിക്കലും വേങ്ങരയും. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കിട്ടിയത് ഡോക്ടർ എം ലീലാവതിക്കും പി ജയചന്ദ്രനുമാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസ് 1, 2, 3 4 ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ KSEB വൈദ്യുതി വിതരണം നടത്താത്തത് കേരളത്തിലെ ഏത് പട്ടണത്തിലാണ്? വൈദ്യുതി വിതരണം നടത്താത്ത പട്ടണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരിലാണ് വൈദ്യുതി വിതരണം നടത്താത്ത പട്ടണം. ബാക്കി ഗുരുവായൂരിലും അങ്കമാലിയിലും ചേർത്തലയിലൊക്കെ വൈദ്യുതി കടത്തുന്നുണ്ട്. അടുത്തത് കാരണം എന്താണ്? തൃശ്ശൂർ ജില്ലയിൽ സ്വന്തമായിട്ട് അവർ ചെയ്യല്ലേ, അപ്പൊ പിന്നെ KSEB ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കേരളത്തിലെ പട്ടണം ഏത്? അത് തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല എറണാകുളമാണ്. ഏതാണ്? എറണാകുളം. കേരളത്തിൽ നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏക സംരക്ഷണ പ്രദേശം ഏത്? കേരളത്തിൽ നഗരത്തോട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നഗരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏക സംരക്ഷണ കേന്ദ്രം ഏതാണ്? മംഗളവനമാണ്. മംഗളവനം എവിടെയാണ്? മംഗളവനത്താണ്. അടുത്ത ചോദ്യം, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഓപ്ഷൻ ബി ആണ്, സൈലന്റ് വാലിയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ സി ആണ്, NH66 ആണ്. ഏതാണ്? NH66 ആണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ചുവടെ പറയുന്നവയിൽ ഏത് അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കിളിവള്ളിത്തോട്? ചുവടെ പറയുന്നവയിൽ ഏത് അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കിളിവള്ളിത്തോട്? ഏതുമായിട്ടാണ്? കുളമാവ് അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കിളിവള്ളിത്തോട് എന്നത്. ഇവിടെ പറയുന്നവയിൽ അറബിക്കടലിൽ പതിക്കാത്ത നദി ഏത്? അറബിക്കടലിൽ പതിക്കാത്ത നദി ഏതാണ്? അറബിക്കടൽ. നെയ്യാറുണ്ട്, ഭാരതപ്പുഴ, കല്ലായിപ്പുഴ, കല്ലടയാറ്. ഇതിനകത്ത് ഏതാണ് അറബിക്കടലിൽ പതിക്കാത്ത നദി? ഓപ്ഷൻ ഡി ആണ്, കല്ലടയാറാണ്. കല്ലടയാറ് കായലിലാണ് പതിക്കുന്നത്. ഓക്കെ, കല്ലടയാറാണ് ആൻസർ. കേരളത്തിലെ ഏതാനും ജില്ലകളുടെ പേര് ചുവടെ കൊടുക്കുന്നു. തൃശ്ശൂര്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം. വേമ്പനാട്ട് കായൽ വ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ഏതൊക്കെ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചിരിക്കുന്നത്? ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? എറണാകുളത്തും ആലപ്പുഴയിലും കോട്ടയത്തുമാണ് വ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം 2, 3, 4. അതായത് ഓപ്ഷൻ ബി ആണ് 2, 3, 4. വേമ്പനാട്ട് കായൽ വ്യാപിച്ചിരിക്കുന്നത് എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലാണ്. പഴശ്ശി രാജാവിന്റെ പ്രധാന സഹായിയായിരുന്ന കുറിച്യ നേതാവ് ആര്? പഴശ്ശി രാജാവിന്റെ പ്രധാന സഹായിയായിരുന്ന കുറിച്യ നേതാവ് ആരാണ് കുറിച്യ നേതാവ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആര്? രാമനമ്പിയാണ്. രാജാവിനെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? തലക്കൽ ചന്തു ആണ്. പഴശ്ശിരാജാവിന്റെ പ്രധാന സഹായിയായിരുന്ന കുറിച്യ നേതാവ് തലക്കൽ ചന്തു, മറക്കരുത്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏത്? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഓപ്ഷൻ എ ആണ്, പയ്യന്നൂരാണ്. പയ്യന്നൂര്. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനായിരുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. ചുവടെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം ഏത്? ചുവടെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം ഏതാണ്? സവർണ ജാഥ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആയിരുന്നത് ആരാണ്? AK ഗോപാലനാണ്. അടുത്ത ചോദ്യം,
വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ, ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഒന്നാമത്തത് കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂര്, വാസ്തുവിദ്യാ ഗുരുകുലം ആറന്മുള, സരസകവി മൂലൂർ സ്മാരകം ഇരിഞ്ഞാലക്കുട, കേരളം കലാമണ്ഡലം ചെറുതുരുത്തി. ഇതിനകത്ത് ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് സരസകവി മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയല്ല? ഇരിഞ്ഞാലക്കുട അല്ല. പിന്നെ എവിടെയാണ് സരസകവി മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ഇലവുംതിട്ടയിലാണ് സരസകവി മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പുവിന്റെ അന്വേഷണം താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിലുള്ള കൃതിയാണ്? അപ്പുവിന്റെ അന്വേഷണം താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിലുള്ള കൃതിയാണ്? സാഹിത്യ വിമർശനമാണ്. സാഹിത്യ വിമർശനം. ചുവടെ പറയുന്നവയിൽ KPSC അവതരിപ്പിച്ച ആദ്യത്തെ നാടകം ഏത്? താഴെ പറയുന്നവയിൽ KPSC അവതരിപ്പിച്ച ആദ്യ നാടകം ഏതാണ്? എന്റെ മകനാണ് ശരി എന്നതാണ്. എന്റെ മകനാണ് ശരി. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയത്? സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയത് ആര്? ഓപ്ഷൻ ഡി ആണ്, KD യാദവാണ്. KD യാദവാണ് വ്യക്തിഗത മെഡൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയത്. അടുത്ത ചോദ്യം ഇതാണ്. ഏതാണ്? ഡ്യൂറന്റ് കപ്പ് ഏത് കായികവുമായി ബന്ധപ്പെട്ടാണ്? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഡ്യൂറന്റ് കപ്പ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് ഡ്യൂറന്റ് കപ്പ്. ലേയത്തം അനുസരിച്ചിട്ട് വിറ്റാമിനുകളെ എത്ര വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു? ലേയത്തം അനുസരിച്ചിട്ട് വിറ്റാമിനുകളെ എത്ര വിഭാഗമായി തിരിച്ചിരിക്കുന്നു? 2 വിഭാഗം ആയിട്ട് തിരിച്ചിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ, അങ്ങനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നു. പേശീക്ലമത്തിന് കാരണമാകുന്നത് എന്തിന്റെ അടിഞ്ഞുകൂടലാണ്? എന്തിന്റെ അടിഞ്ഞുകൂടലാണ് പേശീക്ലമത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി, ലാക്റ്റിക് ആസിഡിന്റെ അടിഞ്ഞുകൂടലാണ് പേശീക്ലമത്തിന് കാരണമാകുന്നത്. ചുവടെ പറയുന്നവയിൽ അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ്? ഏതാണ് അയഡിൻ അടങ്ങിയ ഹോർമോൺ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ആണ് അയഡിൻ അടങ്ങിയ ഹോർമോൺ, തൈറോക്സിൻ. നെക്സ്റ്റ്, ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ ഡി ആണ്, കരളാണ് അവയവം. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ്? മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഓപ്ഷൻ ഡി, യൂറോക്രോം ആണ്. യൂറോക്രോം. ജലത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എത്രയാണ്? മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ പറയേണ്ടത്. മീറ്റർ പെർ സെക്കൻഡ്, എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ജലത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എത്രയാണ്? 1435 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1435 മീറ്റർ പെർ സെക്കൻഡ് ആണ് ജലത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്, കാൽഷ്യം ആണ്. കാൽഷ്യം എന്തല്ല? ആൽക്കലി ലോഹം അല്ല. കാൽഷ്യം ആൽക്കലി ലോഹം അല്ല. അടുത്തത്, റേഡിയോ ആക്റ്റീവ് വികിരണം അല്ലാത്തത് ഏത്? റേഡിയോ ആക്റ്റീവ് വികിരണം അല്ലാത്തത് ഏത്? ഇതിനകത്ത് ഏതാണ്? ഇൻഫ്രാറെഡ് വികിരണം ഏതല്ല? റേഡിയോ ആക്റ്റീവ് വികിരണം അല്ല. ഖരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം ഏതാണ്? ഖരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണം ഏതാണ്? പിച്ചളയാണ്. പിച്ചള ഖരാവസ്ഥയിലുള്ള ലായനിക്ക് ഉദാഹരണമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേളിന്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടം ഏതാണ്? തേളിന്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടം ഏതാണ്? വൃശ്ചികമാണ്. വൃശ്ചികം. ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, 80 മാർക്ക് കഴിഞ്ഞ് 20 മാർക്കിന് മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 15 മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനകത്തെ കോഴ്സ് നോക്കുക. യൂണിവേഴ്സിറ്റി LGSRയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യൂസ്ഫുൾ ആവുന്ന 2 കോഴ്സുകളാണ് SCRT ഫിനിഷിംഗ് പോയിന്റും അതുപോലെ നമ്മുടെ മോഡൽ എക്സാംസും. ഈ മോഡൽ എക്സാംസ് 15 ക്വസ്റ്റ്യൻസും വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് മാത്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ അതുപോലെ തന്നെ തുടർന്ന് നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.